മലിട്ടാണ്ടാണോ പറഞ്ഞോടെ കുറച്ച് സീരിയസ് ആയോ ഇവര് ട്വിൻസ് ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കാണാൻ മനസ്സിലാവത്തില്ല. നമസ്കാരം, എല്ലാവർക്കും ദേവീചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് കേട്ടോ. കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുകയും ഒരുപാട് പേര് പറയുകയും ചെയ്തതാണ്, ചേച്ചി ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടായിരുന്നു. ഒന്ന് മാറ്റാൻ പോവാം. കണ്ടോ, വ്യത്യസ്തമായിട്ട് വളരെ എന്താ പറയാ, മുടി വെട്ടുന്നതിൽ വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ രണ്ടുപേരുടെ സ്റ്റുഡിയോയിലോട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതരായിട്ടുള്ള സജിത്തും സുജിത്തിന്റെ പാർലറിലേക്കാണ് പോകുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, അങ്ങനെ നമ്മള് കലൂർ എത്തിയിട്ടുണ്ട്. കലൂർ നമ്മള് കടവന്ത്ര റൂട്ടിലാണ്, കത്രിക്കടവ് റൂട്ടിലാണ്. ഇന്നത്തെ സാരഥി കിഷോർ സ്വാമിയാണ്. സ്വാമികള് മാലയൊക്കെ ഇട്ട് ശബരിമലയ്ക്ക് പോവാണ്. ഇത്തവണത്തെ മലയ്ക്ക് പോകുന്നത് മണ്ഡലകാലത്തിലല്ല, നമ്മള് ഇടയ്ക്കുള്ള സമയത്താണ്. അമ്മമാര് രണ്ടുപേരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തിരക്കൊഴിഞ്ഞ് പോകാൻ വേണ്ടി മലയിട്ടാണ്ടാണോ പറഞ്ഞോടെ കുറച്ച് സീരിയസ് ആയോ ആണല്ലേ? അതാണ് അതിന്റെ ഒരു ബഹുമാനം സ്വയം നമ്മൾ തിരിച്ചറിയുന്ന ദിവസങ്ങളാണ്. അതാണ്. എത്രാമത്തെ പ്രാവശ്യം പോകുന്നത്? നാലാമത്തെ പ്രാവശ്യം. നാണക്കേടാണ് നാലെന്നൊക്കെ പറയണത്. എന്താ 4 പ്രാവശ്യമെങ്കിലും പോയല്ലോ എന്ന് പറഞ്ഞില്ല. അയ്യോ, എത്രയോ ആൾക്കാര് പിന്നെ അവർക്കൊക്കെ ഭാഗ്യം ചെയ്തവരാ. അത്രയും ചെറുപ്പം മുതലേ മല കൂട്ടാൻ പറ്റുക, സ്വാമിയെ കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത ആൾക്കാരാ. അങ്ങനെ നമ്മള് സജിത്തിന്റെ അടുത്തെത്തി. ഇവര് ട്വിൻസ് ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കാണാൻ മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈൽ കൊണ്ടൊക്കെ വ്യത്യാസം വരും. ഇത് അതുമില്ല, രണ്ടും അത് ഒരേപോലെ നടന്നോളൂ, ഒരേ ഉടുപ്പോളൂ. ഞാൻ കാണുമ്പോഴേക്കും ഒരേപോലെ. അപ്പം ഹെയർ വാഷ് ചെയ്തിട്ട് എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായ നിമിഷമാണ്. നമ്മുടെ സബ്സ്ക്രൈബറും കൂടെയാണ് ഡോണ. വലിയ സന്തോഷം കേട്ടോ, താങ്ക് യു. ഒരു മുയലിന്റെ കുഞ്ഞിനേക്ക് പോലെ മാജിക്കലി. അല്ല, വീഡിയോസ് കാണുമ്പോഴേ നമുക്ക് തന്നെ അത്ഭുതമാണ്. ഭയങ്കര തുടങ്ങുന്നത് കാണാൻ, തീരുന്നത് കാണാൻ. ഇതിപ്പോ കെട്ടാനും ഫുൾ കിട്ടുന്നതാണ്. വീണില്ല. ഇനി ഇത് പഴയ പോലെ അവൻ തന്നെ കാണാൻ എങ്ങനെയുണ്ട്? അങ്ങനെ കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? എനിക്കും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വട വെച്ചിങ്ങനെ കെട്ടാൻ പറ്റുമെന്നുള്ളതാ. പക്ഷെ സുഹൃത്തുമാരുടെ കുഴപ്പമില്ല, നമുക്ക് മുടി ഇവിടം വരെ കിട്ടുന്നുണ്ട്, പ്രശ്നം വരത്തില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഈ പാർലർ 3 ഫ്ലോറിലോട്ടാണ് കേട്ടോ. ആദ്യത്തെ ഫ്ലോറിൽ ഹെയർ മാത്രം, അതിന് തൊട്ട് മുകളില് സ്കിന്ന് മാത്രം, അതിന്റെ മുകളിലാണ് പെൻഡിങ്. അങ്ങനെ 3 ഫ്ലോറിലായിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്നൊരു
എന്താണ് മോയ്സ്ചർ കിക്ക് സ്പ്രേ കണ്ടീഷണർ ഒക്കെ വാങ്ങിച്ചു. കാരണം ഭയങ്കര ഡ്രൈ ആവുന്നു ഈ കളർ ചെയ്യുന്നോണ്ടേ. മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും മാസ്മരിക സ്വാമി എന്റെ ഗ്രേ ഹെയർ ഒക്കെ നിങ്ങളെ കാണിച്ചു കാണും. അപ്പൊ അതാണ് പ്രശ്നം. ഈ ഗ്രേ ഹെയർ വരുമ്പോൾ നമ്മൾ എപ്പോഴും കളർ ചെയ്യും. എനിക്ക് തോന്നുന്നു എന്റെ കളർ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പോകും. ഡെയിലി ഹെയർ വാഷ് ഉള്ളതുകൊണ്ട് അപ്പൊ പറഞ്ഞ ഹെയർ വാഷ് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ.